ചാവക്കാട് കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന ദുരിതത്തിന് അറുതി വരുത്തുന്നതിന് കടൽഭിത്തി നിർമ്മിക്കണമെന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 13ാം വാർഡ് മെമ്പർ ടി.ആർ. ഇബ്രാഹിം അവതരിപ്പിച്ച പ്രമേയത്തെ 7ാം വാർഡ് മെമ്പർ എ.വി. അബ്ദുൽ ഗഫൂർ പിന്താങ്ങി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശം രൂക്ഷമായ കടൽക്ഷോഭം മൂലം വർഷങ്ങളായി ദുരിതത്തിലാണ്. നിരവധി കെട്ടിടങ്ങളും ഭൂമികളും കടലെടുത്തുപോയി. കുടിവെള്ളം ലഭിച്ചിരുന്ന പ്രദേശം ഉപ്പുവെള്ളം കയറി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അടുത്തിടെയുണ്ടായ കടലാക്രമണം തീരദേശത്തെ ജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തി. നിരവധി വീടുകളിലേക്കാണ് വെള്ളം അടിച്ചു കയറുന്നത്. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡായ അഹമ്മദ് കുരിക്കൽ PWD റോഡ് തകർച്ചയുടെ വക്കിലാണ്. അഞ്ചങ്ങാടി വളവ് പ്രദേശത്ത് റോഡും കടലും തമ്മിൽ 10 മീറ്റർ അകലത്തിലെത്തിയിരിക്കുകയാണ്. പ്രദേശത്തെ കെട്ടിടങ്ങൾ കടൽക്ഷോഭത്തിൽ തകർന്നു വീണു. നിരവധി വർഷങ്ങളായി നിരന്തരമായി ഉണ്ടാകുന്ന കടൽക്ഷോഭ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് കടപ്പുറം പഞ്ചായത്തിന്റെ തീരപ്രദേശം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി തീരദേശത്ത് ടെട്രാപോഡ് സംവിധാനം ഉപയോഗിച്ച് കടൽഭിത്തി കെട്ടി ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഗ്രാമപഞ്ചായത്ത് യോഗം ആവശ്യപ്പെട്ടു. പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BP മൻസൂർ അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്.